ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന കോൺഗ്രസ് അനുകൂല അവതാരകൻ പോലും TG മോഹൻദാസ് നാടകത്തിൽ ഉറഞ്ഞു തുള്ളിപ്പോയി. ഒരു ഇൻട്രോ പുറത്തു വന്നിട്ടുണ്ട്. നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം. ആയങ്കിയുടെ പേര് പറഞ്ഞ് മോഹൻദാസിനെ രക്ഷിച്ചെടുത്ത ആ അറസ്റ്റ് നാടകത്തെ സംബന്ധിച്ച് ഇന്നിപ്പോ 24-ൽ അദ്ദേഹം വായിച്ച ആ ഇൻട്രോയിൽ ചില 3 മാസത്തെ ഭരണ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. കേരളത്തിൽ ചിലർക്കെങ്കിലും വെളിപാടുണ്ടാകട്ടെ. കാര്യം ഇന്നലകളിൽ ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ കുറ്റം പറയിക്കാൻ വേണ്ടി ഇൻട്രോകൾ തയ്യാറാക്കാൻ കോൺഗ്രസുകാരാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രേമം കൊണ്ട് ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ ഇൻട്രോ എന്ന പേരിൽ എഴുതി പൊലിപ്പിക്കുമ്പോൾ 3 മാസങ്ങൾക്കിപ്പുറം അതേ വ്യക്തിക്ക് അതേ നാവുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത് സംഘപരിവാറിന്റെ പാദസേവയെന്ന് തുറന്നു പറയേണ്ടി വന്ന കാഴ്ച. നോക്കൂ, സംഘപരിവാർ സൈദ്ധാന്തികൻ TG മോഹൻദാസ് അകത്തായിരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് വിജയന്റെ പോലീസല്ല, RCയുടെ പോലീസാണ്. ഇവിടെ ഒരു സർക്കാരുണ്ട് സാർ എന്ന മട്ടിലാണ് ഇന്നലെ തൊട്ട് സൈബർ തള്ള ഒരു മയത്തിലൊക്കെ വേണം. ആ കുട്ടികളെ വെടിവെച്ചു കൊന്നേനെ, ശവങ്ങൾ വാരി മാറ്റിയേനെ എന്ന അക്രമവർത്താനം മാത്രമായിരുന്നു സംഘബുദ്ധിജീവി തുപ്പിയ വൃത്തികേട്. അവിടെ കൂടിയ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന മട്ടിൽ വൈകൃതവും ഹിംസയും കൂട്ടിക്കുഴച്ച് ഫോർത്തറേറ്റ് നാറുന്ന വാക്ക് വാരിയെറിഞ്ഞ് ആ രാത്രി അയാൾ കിടക്കുന്ന തടവറത്തറയിലാണ്. പറഞ്ഞ വൃത്തികേടുകളുടെ ആവർത്തന ന്യായീകരണത്തിന്റെ 10ാം നാളും പിത്തം പിടിച്ച സിസ്റ്റം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആയങ്കിയാണ് എന്ന മട്ടിൽ അടിമുടി റാങ്ക് ആൻഡ് ഫയൽ ഒരു പോലീസ് സംവിധാനം ഒന്നാകെ ഒരു പയ്യന്റെ പിന്നാലെ കാലുവെന്ത് പ്രാന്ത് പിടിച്ചോടിയപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് കെട്ടും കിടുതാപ്പോഴത്ത് അങ്ങോട്ടേക്ക് താല്പര്യമില്ലാത്തൊരു പോക്ക്. ഞെക്കി ഞെരുങ്ങി മുക്കി മൂലയാണ് അറസ്റ്റ് എന്നതിന് രാഖി രാമാനും കിട്ടിയ ജാമ്യം സാക്ഷ്യം. ഇവിടെ ഒരു സർക്കാരുണ്ട്, അതിനൊരു രാഷ്ട്രീയ നയമുണ്ടെന്ന് പുല്ലുവില കൊടുക്കാതെ ഒരു ബ്യൂറോക്രാറ്റിക് തലവനിറക്കിയ വന്ദേമാതൃത്വം മാത്രമല്ല, സർക്കാർ വാഴ്ത്തുമല്ല, ഓന്തുപോലും നാണിക്കുന്ന മട്ടിൽ PMCയിൽ കണ്ട മറിച്ചടി. വീട് വെക്കുമ്പോൾ ഒരു ചക്കാത്ത ചാപ്പയ്ക്ക് എന്താ കുഴപ്പമെന്ന ചോദ്യം ഞങ്ങളില്ലേ ഏറ്റുമുട്ടാൻ എന്ന അരാഷ്ട്രീയ ആംബിയറെല്ലാം എമ്പാടും കണ്ടതാണ് പോയ മാസങ്ങൾ. സംഘത്തോട് സാഷ്ടാംഗ വിധേയത്വം എന്ന് പ്രതിപക്ഷം ആരോപണം ചുമ്മാതാണോ? ഇനി ആ സവർക്കറെ ചാരി ദേശസ്നേഹം പഠിപ്പിക്കാൻ പിന്നെയും ഇറങ്ങലാണ് ഒരു സംഘം. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപാരമായ ഔദാര്യത്താൽ ദയാവായ്പിനാൽ വിട്ടയച്ചാൽ ആ സാമ്രാജ്യത്വ വ്യവസ്ഥയോട് പരിപൂർണ വിധേയത്വം പ്രഖ്യാപിക്കാമേ. ഈ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ, ആ ബ്രിട്ടീഷ് രക്ഷിതാവിന്റെ വാതായനങ്ങളല്ലാതെ എങ്ങോട്ട് പോവാനാണ്? കാരുണ്യ സാമ്രാജ്യമേ കൈവിടല്ലേ എന്നൊക്കെയാണ് ദാസ്യം മണക്കുന്ന അപ്പോളജി. 1 ആണോ 9 ഈ രാജ്യത്തിനു വേണ്ടി ഇൻകുലാബിന്റെ മുദ്രാവാക്യത്തിൽ യാചിക്കാതെ കഴിമരം കയറിയ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, അഷ്ഫാഖുള്ള ഖാൻ നായകന്മാരുടെ ഗ്ലോറിയസ് ഹീറോയിക് വീരസ്മരണകൾക്കിടയിൽ ഈ മാപ്പഴത്തിന്റെ പൈതൃകം തള്ളുന്നവർക്ക് ലജ്ജ വേണം, ലജ്ജ. ആ ലെഗസിയും വെച്ച് ഈ മഹാരാജ്യത്തെ പേട്രിയോട്ടിസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉഷാറല്ലേ? കേരളത്തിൽ മതേതരത്വം ഉറപ്പിക്കാൻ വേണ്ടി ലീഗന്മാരും മൗദൂദികളും മുസ്ലിം ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും എല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സംഘപരിവാറിനെ പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന ഒരു സർക്കാരിനെ അങ്ങ് മാറ്റിയിട്ട് ഡയലോഗടി വീര്യത്തിലൂടെ ലീഗന്മാരെയും മൗദൂദികളെയൊക്കെ വല്ലാതെ കോരിത്തരിപ്പിച്ച വ്യക്തി വന്നാൽ കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് സംഘപരിവാറിനെതിരെയുള്ള തുറന്ന പോരാട്ടമാണ്. തുറന്ന പോരാട്ടം 3 മാസം കൊണ്ട് തന്നെ തികഞ്ഞിട്ടുണ്ട്. ഹീറോ പരിവേഷം കൊടുത്ത് ഇൻട്രോ വായിച്ചിരുന്നവർ തന്നെ ഒടുവിൽ നിവർത്തികേട് കൊണ്ട് തിരുത്തി പറയേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വളരെ ആത്മനിർവൃതിയോടുകൂടി കണ്ടിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ മോഹിച്ചിരുന്ന ഒരു സംവിധാനം ഈ നാട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിനോടൊപ്പം നിങ്ങളുടെ സംഘപരിവാർ പോരാളികളായ ലീഗ് മന്ത്രിമാരെ കൂടി അയച്ചപ്പോൾ അവർ കൂടി മുട്ടിലിഴഞ്ഞ് കേരളത്തിൽ സംഘപരിവാർ വൽക്കരണം വേഗത്തിലാക്കിയ കാഴ്ച കണ്ടിട്ട് കേരളത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് നിങ്ങൾക്ക് പടച്ചോനെങ്കിലും മാപ്പ് തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാര്യം ഈ നാട്ടിലെ സമാധാനമായി ജീവിച്ചിരുന്ന പല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും പറഞ്ഞു പറ്റിച്ച് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചതിന് നിങ്ങൾ കൂടി ഉത്തരവാദികളാണ്. അതിന്റെ യാഥാർത്ഥ്യമായ ഫാക്ട്, അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി എന്താണെന്ന് 3 മാസത്തിനകം ഒരു കുറ്റപത്രം എന്നുള്ള നിലയ്ക്ക് ഹാഷ്മി താജ് ഇബ്രാഹിം അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ.